അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എടുക്കാൻ പോകുന്ന ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പേരാണ് പുതിയ കോണളവ്. നമ്മൾ പഠിച്ച 2 കോണളവുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സൈനും കോസും അല്ലേ. അവ രണ്ടുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന കോണളവുകൾ. എന്നാൽ ഇനി പുതിയ അനദർ മെഷേഴ്സ്, മറ്റു കോണളവുകൾ ഏതൊക്കെ അല്ലെങ്കിൽ മറ്റളവുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് സൈനും എന്താണ് കോസും എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. അതൊന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ സൈൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എതിർവശം ബൈ കർണമാണ് അല്ലേ. സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണമാണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാറുണ്ട്. പിന്നെ കോസ് ആണെങ്കിലോ സമീപവശം ബൈ കർണം. ഇവിടെ നമ്മൾ സമീപവശം കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഒരു കോണിന് എക്സ് എന്ന് കൊടുത്താൽ, ഈ ഒരു കോണിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കേണ്ടി വന്നാൽ ഈ കോണിൻ്റെ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു കോണിൻ്റെ എതിർവശം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. സമീപവശം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 4/5 ആണ്. സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 3/5 ആണ്. 3/5 ആണ്. കാരണം സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ കർണം എന്ന് പറയാം അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അതൊന്നും കൂടി നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണ്. സൈന് സമം സൈൻ എക്സ്, ജസ്റ്റ് എക്സ് എന്ന് കൊടുക്കുന്നു, എതിർവശം ബൈ കർണം അല്ലേ. അല്ലെങ്കിൽ നമുക്കങ്ങനെ പറയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കോസ് ആണെങ്കിലോ, കോസ് എക്സ് ആണെങ്കിലോ, കോസ് ആണെങ്കിൽ സമീപവശമാണ്, അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. ഇപ്പോൾ സമീപവശം ബൈ കർണം, സമീപവശം ബൈ കർണം. അല്ലെങ്കിൽ എന്ത് പറയാം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ടാൻ എന്ന് പറയുന്ന പുതിയ അംശബന്ധമാണ്. എന്താണ് പുതിയ കോണിൻ്റെ പേര്? ടാൻ. നമ്മുടെ പുതിയ കോണിൻ്റെ പേരാണ് ടാൻ എന്ന് പറയുന്നത്. ടാൻ എന്നാണ് നമ്മുടെ പുതിയ കോണിൻ്റെ പേര്. സൈനും കോസും കഴിഞ്ഞു. ഇനി പുതിയ മെഷറാണ് ടാൻ. എന്താണ് ടാൻ? ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഹരണഫലമാണ് ടാൻ. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും കോഷ്യൻ്റ് ആണ് എന്ത്? ടാൻ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ എക്സ് സമം സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ടാൻ എന്ന് പറയുന്നത്. സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ടാൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ? എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എന്ന് പറഞ്ഞാൽ എന്താ? സമീപവശം ബൈ കർണം. സമീപവശം ബൈ കർണം. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെയും സൈനിൻ്റെയും കോസിൻ്റെയും ഹരണഫലമാണ്. സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണമാണ്. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണമാണ്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. എതിർവശം ബൈ കർണത്തിനെ സമീപവശം ബൈ കർണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ടാൻ എക്സ് എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസും അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസും ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ adjacent side by hypotenuse ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിക്കൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ഹരിക്കുക. അവയുടെ വിൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി. ഭിന്നസംഖ്യകളെ അതിൻ്റെ വിൽക്രമം എടുത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് കണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ. ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യാണ്. എതിർവശം ബൈ കർണം ബൈ സമീപവശം ബൈ കർണമാണ്. അപ്പോൾ ഈ സമീപവശം ബൈ കർണത്തിൻ്റെ റെസിപ്രോക്കൽ എന്തെടുക്കുക? അതിനെ നേരെ തിരിച്ചിടുക അല്ലേ. അതിൻ്റെ വിൽക്രമം എടുക്കുക. അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? കർണം ബൈ സമീപവശം. കർണം ബൈ സമീപവശം. അപ്പോൾ ഗുണിക്കണം കർണം ബൈ സമീപവശം. കിട്ടിയില്ലേ? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക നമ്മൾ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് into hypotenuse divided by adjacent side. കർണവുമാണ്. നമുക്ക് രണ്ടും ഒരുപോലെയുള്ള സംഖ്യകൾ ഗുണിക്കാനും ഹരിക്കാനും വന്നാൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഗുണിക്കാനും ഹരിക്കാനും വന്നാൽ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് കിട്ടി? എതിർവശം ബൈ സമീപവശം. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്താണിത്? ടാൻ. എന്താണിത്? ടാൻ എക്സ്. ടാൻ എക്സ് എങ്ങനെ കാണുന്നത്? എതിർവശം ബൈ സമീപവശം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈൻ എങ്ങനെ കാണുന്നത്? എതിർവശം ബൈ കർണം. കോസോ സമീപവശം ബൈ കർണം. ടാനോ എതിർവശം ബൈ സമീപവശം. അപ്പം മക്കളെ നോക്കിക്കേ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോണിൻ്റെ എതിർവശം കിട്ടേണ്ടത് സമീപവശമായിരുന്നു. എതിർവശം കിട്ടേണ്ടത് ഇനി നമുക്ക് കിട്ടാനുള്ളത് സമീപവശമാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? എതിർവശം ഇവിടെ 4 അല്ലേ. നമുക്ക് നേരെ ടാൻ ചെയ്ത് കഴിഞ്ഞാൽ സമീപവശവും കണ്ടെത്താം. ടാൻ ചെയ്താൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം കർണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ആദ്യം സൈന് ചെയ്തതിന് ശേഷം പിന്നെ കോസ് ചെയ്ത് കണ്ടെത്തണം അല്ലേ. സൈന് ചെയ്ത് കോസ് ചെയ്യണം. അതിനേൽ ഉപരി എന്താണിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടിയതാണ് എതിർവശം ബൈ സമീപവശം. നമ്മുടെ കോണത്തിലാണ് എതിർവശം ബൈ സമീപവശം. ഓക്കെ ആണല്ലോ. അപ്പോൾ ടാൻ എക്സ് കാണുന്നത് എങ്ങനെയാ? ഏതൊരു സംഖ്യയുടെ ഏതൊരു കോണിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടാന് കിട്ടി. ഇനി ഇത് ക്ലിയർ ആണോ എന്നുള്ളത് നോക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കണ്ടെത്തിയത്. ഏതിൽ? നമ്മുടെ ടാനിൽ കണ്ടെത്തിയത്. ടാൻ്റെ ഇക്വേഷൻ എതിർവശം ബൈ സമീപവശമാണ്. ഇനി ഇത് കണക്കിൽ ക്ലിയർ ആണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണ്ടേ? അതും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നോക്കിയേ, ആദ്യം ടാൻ എക്സ് ഒന്ന് കണ്ടുനോക്കാം അല്ലേ. ടാൻ എക്സ് നമ്മൾ പറഞ്ഞു കോസ് എക്സ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ആദ്യം സൈൻ എക്സ് ചെയ്ത് നോക്കുക. സൈൻ എക്സ് എങ്ങനെ കിട്ടുക? സൈൻ എക്സ് എതിർവശം 4/5. 4/5 വന്നിട്ടുള്ളത് അല്ലേ. ഇനി കോസ് എക്സ് ചെയ്ത് നോക്കാം. കോസ് എക്സ് എത്രയാ? സമീപവശം 3/5 അല്ലേ. 3/5 ആണ്. 4/5 ആണ്. ടാൻ എക്സ് നമ്മൾ എന്താ പറഞ്ഞത്? ഇവ രണ്ടിൻ്റെയും എന്താണ്? ഹരണഫലമാണ്. അപ്പോൾ ടാൻ എക്സ് ഒന്ന് ചെയ്ത് നോക്കാം. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് 4/5 ഡിവൈഡഡ് ബൈ കോസ് എക്സ് 3/5 അല്ലേ. 4/5 3/5 എഴുതി. നമുക്കറിയാം ഏതൊരു ഭിന്നസംഖ്യകൾ പരസ്പരം ഹരിക്കാൻ വന്നാലും നമ്മൾ അതിൻ്റെ വിൽക്രമം എടുത്ത് ഗുണിക്കാറുണ്ട്. ഏതൊരു ഫ്രാക്ഷനും ഡിവിഷനും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം. 4/5 ഇൻറ്റു 5/3. 5/3 ഇത് രണ്ടും ക്യാൻസൽ ചെയ്തൂടെ? ഇവിടെ നമുക്ക് 4/3 എന്ന ആൻസർ കിട്ടും. ടാൻ എക്സ് നമുക്ക് എന്ത് കിട്ടി? 4/3. ഇനി നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. 4/3 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ
അഡ്ജസൻറ്റ് സൈഡ്. എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം. കിട്ടിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് ടാൻ എന്ന് പറയുന്ന കോണളവുകളാണ്. ടാൻ എന്ന് പറയുന്നത് എന്താ? എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് വെച്ച് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അതിൻ്റെ അല്ലേ. ഇവിടെ നമുക്ക് PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. ആ ത്രികോണത്തിൻ്റെ PQ എന്ന് പറയുന്ന പാദവശം 12 സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു കോൺ 50 ഡിഗ്രിയുമാണ്. നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് വേണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് വേണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് വേണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? പാദം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉയരം കൂടി കിട്ടിയാൽ മതി അല്ലേ. ഉയരം എന്ന് പറയുന്നത് ഈ കോണിൻ്റെ എന്താ? എതിർവശമാണ്. ഈ കോണിൻ്റെ എതിർവശമാണ്. അപ്പോൾ ഈ ഒരു കോണിൻ്റെ എതിർവശമാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇനി ഈ ഒരു കോണിൻ്റെ എതിർവശമാണ് കിട്ടാനുള്ളത്. ടാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം ഇതിൻ്റെ കർണം കണ്ടതിന് ശേഷം പിന്നെ എതിർവശം കാണണമായിരുന്നു. എന്നാൽ ഇത് നമ്മൾ ടാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താ ടാൻ? ടാൻ എന്ന് പറഞ്ഞാൽ യെസ്, എതിർവശം ബൈ സമീപവശം. വെരി ഗുഡ്. അപ്പോൾ എതിർവശം ബൈ സമീപവശമാണ് നമ്മൾ ഇന്നത്തെ ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ 50 സമം എതിർവശം ബൈ സമീപവശമാണ്. എതിർവശം ഏതാണ്? ഈ കോൺ 50ൻ്റെ എതിർവശം RQ എന്ന് പറയുന്ന പോയിൻ്റാണ് അല്ലേ. RQ എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ RQ ഡിവൈഡഡ് ബൈ സമീപവശം ഏതാ? PQ ആണ്. ദെൻ PQ ഏതാ നമുക്ക് കാണാനുള്ളത്? RQ ആണ് കാണാനുള്ളത്. RQ ആണ്. ദെൻ PQ കിട്ടിയിട്ടുണ്ട് അല്ലേ. അല്ലേ, നമുക്ക് എന്തിൻ്റെ കാണേണ്ടത്? പരപ്പളവാണ് കാണേണ്ടിയിരുന്നത്. ഏരിയയാണ് കാണേണ്ടത്. ഏരിയ കാണാൻ എന്ത് വേണം? ബേസും ഹൈറ്റും വേണം. സോ ഇവിടെ ബേസ് മാത്രമേ ഇട്ടുള്ളൂ, ഹൈറ്റ് കാണണം. ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. കിട്ടിയിരിക്കുന്ന അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും തമ്മിലുള്ള റിലേഷൻ ഏതാ? ടാൻ ആണ്. ടാൻ 50 കണ്ടു, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇനി ടാൻ 50യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 1.20 എന്നാണ് ടാൻ 50. 1.20 ദാറ്റ് ഈസ് ഈക്വൽ ടു RQ നമുക്കറിയില്ല, അതുപോലെ തന്നെ എഴുതി. ഓക്കെ, PQ നമുക്കറിയാം എത്രയാ? 12 ആണ്. സോ 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ. ദെൻ എന്ത് കിട്ടി? RQ കാണണമെങ്കിൽ 12ന് നേരെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. RQ ഈക്വൽ ടു 12 ഇൻറ്റു 1.2. 12 ഇൻറ്റു 1.2. 12നെ 1.2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കറിയാം അല്ലേ. 12നെ 1.2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 12 ചെയ്താൽ മതി. എന്നിട്ട് പോയിന്റ് ചേഞ്ച് ചെയ്തിട്ടെടുത്താലും മതി അല്ലേ. 12 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് ഇതിലിടുക 144 ആണ്. ദെൻ 144 ആകുമ്പോൾ 14.4 എന്ന ആൻസർ കിട്ടും. ഏത്? ഹൈറ്റ് നമുക്ക് 14.4 എന്ന ആൻസർ കിട്ടും. RQ ഈക്വൽ ടു 14.4. RQ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ്. ബേസും കിട്ടിയിട്ടുണ്ട്. ഏരിയ എങ്ങനെ കാണുക? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഹാഫ് BH ആണ്. ഹാഫ് BH ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 14.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 7.2. 12നെ നമുക്ക് 7.2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. 72 ഇൻറ്റു 12 4 14 2 7 4 6 8 പോയിൻ്റ് ഉണ്ട്. ഒറ്റ വാല്യൂ ഉള്ളൂ. 86.4 സെൻറ്റിമീറ്റർ സ്ക്വയർ. 86.4 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്ത് കിട്ടി? നമ്മുടെ ഏരിയ 86.4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എങ്ങനെയാണ് ഏരിയ വളരെ പെട്ടെന്ന് കണ്ടെത്തിയത്? ടാൻ എന്ന് പറയുന്ന ഒരു പുതിയ അംശബന്ധം നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പുതിയ അംശബന്ധം ടാൻ എന്ന് പറയുന്ന ഒരളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടാനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പുതിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ടാൻ ക്ലിയർ ആണല്ലോ അല്ലേ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ സമീപവശം. ഓപ്പോസിറ്റ് സൈഡ് ബൈ
അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുതിയ കുറച്ച് അറിവുകൾ എങ്ങനെയൊക്കെയാണ് ടാൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നോക്കാം. അതിനാണ് നമുക്കിവിടെ അകലങ്ങളും ഉയരങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അകലങ്ങളും ഉയരങ്ങളും. ഈ ടാൻ എന്ന് പറയുന്ന പുതിയൊരു അംശമെന്ന് നമ്മൾ പഠിച്ചത് തന്നെ ഇത്തരം കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റായിട്ട് വെറുതെ സാധാരണ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ടൗണിലൂടെ നടക്കുമ്പോൾ വല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നോക്കും അല്ലേ? നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴത്ത് വാഹനങ്ങൾ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഏത് കോണളവിലായിരിക്കും അങ്ങോട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോണളവിലേക്കും താഴത്തേക്ക് നോക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ഇനി കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അകലങ്ങളും ഉയരങ്ങളും. അപ്പോൾ ഈ അകലങ്ങളും ഉയരങ്ങളും ഏതൊരു വലിയ ലെങ്ത്തും ഏതൊരു നീളവും നമുക്ക് വളരെ സിമ്പിളായിട്ട് അളന്നെടുക്കാൻ പറ്റും. സ്കെയിലോ പെൻസിലോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അളന്നെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു അളവ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ജസ്റ്റ് വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഈ നോക്കുന്നൊരു കോണളവ് ഒരു 45 ഡിഗ്രിയിൽ എനിക്ക്, അല്ലെങ്കിൽ ഒരു 50 ഡിഗ്രിയിൽ എനിക്ക് അതിൻ്റെ മുകൾ തട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഞാൻ നോക്കുമ്പോൾ ഒരു 50 ഡിഗ്രിയിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങും ഞാനും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയാണോ, ആ ബിൽഡിങ്ങും ഞാനും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഹൈറ്റ് കാണാം. കാരണം നമുക്ക് ടാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ മുകളിൽ നിൽക്കുക, വലിയൊരു ടവറിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. താഴത്തോടെ ഒരു വണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ താഴത്ത് എന്തെങ്കിലും സാധനം നിർത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ എത്ര ഹൈറ്റിന്, എത്ര താഴെയാണ് ഞാൻ നിൽക്കുന്നത് എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങും ആ വാഹനവും തമ്മിലുള്ള അകലം എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ടാൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടാൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് അളവുകളും ഉയരങ്ങളും. ഓരോ ഉയരങ്ങളും അളവുകളും എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ടാനിനെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കല്ലേ? നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലേ? 2 പിക്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കാം. ഇതൊരു കുട്ടിയാണ് അല്ലേ? കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അതൊരു കുട്ടിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കൊച്ചു പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടവറിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. ഒരു ടവറിൻ്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ആ കൊച്ചു പയ്യൻ ആ ടവറിൻ്റെ മുകളിലേക്ക് നോക്കുന്ന ഒരു കോണുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് നോക്കുന്ന, നമ്മൾ മുകളിലേക്ക് നോക്കുന്ന ഒരു കോണുണ്ടാവും അല്ലേ? അപ്പർ ആംഗിൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പർ സൈറ്റ് എന്ന് പറയാം. മുകളിലേക്ക് നോക്കുന്ന അപ്പർ സൈറ്റ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള നോട്ടം എന്ന് പറയാം. ആ ഒരു നോട്ടവും അവൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ, ഞാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ, സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക. അങ്ങനെ നോക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കോണളവ് ഉണ്ടല്ലോ. അപ്പോൾ അവൻ ഡയറക്റ്റ് നോക്കുന്നതും അവൻ മുകളിലേക്ക് നോക്കുന്നതുമായിട്ടുള്ളൊരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരു കോൺ ഉണ്ടായിരിക്കും. ആ കോണിനാണ് നമ്മളിവിടെ പറയുന്നത് എലവേഷൻ ആംഗിൾ. എന്ത് ആംഗിളാണ്? എലവേഷൻ ആംഗിൾ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് എലവേഷൻ ആംഗിൾ. മേൽക്കോണ് എന്ന് പറയും മലയാളത്തിൽ, മേൽക്കോണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലൊക്കെ വരും ഒരുപാട് മേൽക്കോണും കീഴ്ക്കോണും. അപ്പോൾ മേൽക്കോൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒരു കുട്ടി നേരെ നോക്കുക, ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിക്ക് നേരെ നോക്കുന്നുണ്ട്. ആ കോണും അല്ലെങ്കിൽ ആ ഒരു നോട്ടവും ആ കുട്ടി നേരെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റ് അവിടെയാണ്, നമ്മുടെ സാധനം അവിടെ കിടക്കുന്നത്, അതിലേക്ക് നോക്കുന്നുണ്ട്. അവ രണ്ടും തമ്മിലുള്ള കോണാണ് മേൽക്കോണ്. ഏതാ മേൽക്കോണ്? ഒരു കുട്ടി നേരെ നോക്കുന്നതും മുകളിലേക്ക് നോക്കുന്നതുമായിട്ടുള്ള കോണാണ് മേൽക്കോണ്. എലവേഷൻ ആംഗിൾ. എലവേഷൻ ആംഗിൾ. ഓക്കെ, മാറിപ്പോവല്ലേ കേട്ടോ. അപ്പോൾ എലവേഷൻ ആംഗിൾ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത് ഒരു കുട്ടി നേരെ നോക്കുന്നതും മുകളിലേക്ക് നോക്കുന്നതുമാണ്. ഇനി മറ്റൊരു കോണ് തന്നിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ്. ആ കുട്ടി അതിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറിയിട്ടുണ്ട് അല്ലേ? വലിഞ്ഞ് കയറി അവിടെ മേലെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചു പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നേരെ താഴത്തേക്ക് നോക്കുകയാണ്. നേരെ താഴത്തേക്ക് നോക്കുന്നു. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ അവനിങ്ങനെ താഴത്തേക്ക് നോക്കുന്നൊരു നോട്ടം ഉണ്ടാവും അല്ലേ? നമ്മൾ ആരെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് വാഹനങ്ങൾ കാണാൻ മേലേക്ക് നോക്കാറുണ്ടോ? ഇല്ല, താഴത്തേക്കല്ല നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ നോക്കുക അല്ല, ഇങ്ങനെ താഴത്തേക്ക് നോക്കുമോ? ഒരിക്കലും ഇല്ല. താഴത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കും അല്ലേ? അപ്പോൾ നേരെ താഴത്തേക്കുള്ള നമ്മുടെ സൈറ്റ് ഉണ്ടാവും അല്ലേ? ഡൗൺ സൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ താഴത്തേക്കുള്ള നോട്ടം ഉണ്ടാവും നമ്മുടെ. ആ താഴത്തേക്കുള്ള നോട്ടവും ആ കുട്ടി സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും ഒരു സൈറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ കുട്ടി സ്ട്രൈറ്റ് ആയിട്ടുള്ള നോട്ടവും ആ കുട്ടിയുടെ സ്ട്രൈറ്റ് ആയിട്ട് നേരെയുള്ള നോട്ടവും ആ കുട്ടിയുടെ താഴോട്ടുള്ള നോട്ടവും തമ്മിലൊരു ആംഗിൾ ഉണ്ടാവും അവിടെ.
ആ കുട്ടി നേരെ മുകളിലേക്ക് നോക്കുന്നതും നേരെ താഴത്തേക്ക് നോക്കുന്നതുമായിട്ടുള്ളൊരു കോൺ. ആ കോണാണ് എന്ത്? ഡിപ്രഷൻ ആംഗിൾ. ഡിപ്രഷൻ ആംഗിൾ അതായത് കീഴ്ക്കോണ്. കീഴ്ക്കോണ്. അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നേരെ നോക്കുന്നതും താഴത്തേക്ക് നോക്കുന്നതുമായിട്ടുള്ള കോൺ ഒരിക്കലും ഇവിടെ ഈ കോണെന്ന് പറയരുത് കേട്ടോ. ഈ കോണൊന്നും ഇല്ല, ഈ കോണൊന്നും ഒന്നിനും ഇല്ല. നമുക്ക് ഏത് മാത്രമാണ് കോൺ എന്ന് പറഞ്ഞാൽ ഏതാ? നേരെ നോക്കുന്നതും താഴത്തേക്ക് നോക്കുന്നതുമായിട്ടുള്ള കോണാണ് ഡിപ്രഷൻ ആംഗിൾ. അപ്പോൾ എന്താണ് നേരെ നോക്കുന്നതും മുകളിലേക്ക് നോക്കുന്നതുമായിട്ടുള്ള കോണ്? എലവേഷൻ ആംഗിൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് ഡിപ്രഷൻ ആംഗിളും ഒന്ന് എലവേഷൻ ആംഗിളും. ഏതൊക്കെയാണ്? ഡിപ്രഷൻ ആംഗിളും എലവേഷൻ ആംഗിളും. അപ്പോൾ ഡിപ്രഷൻ എലവേഷൻ പഠിച്ചല്ലോ. ഡിപ്രഷൻ എലവേഷൻ. ഡിപ്രഷൻ താഴോട്ട്, എലവേഷൻ മുകളിലോട്ട്. ഇനി ഏതൊരു കണക്കുകൾ വരുമ്പോഴും നമുക്ക് അങ്ങനെയാണ് വരിക. ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിൽ 20 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുന്നു എന്ന് ഇങ്ങോട്ട് പറയാം. ഒരു കുട്ടി 20 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുന്നു. ആ കുട്ടി നോക്കുന്നത് 40 ഡിഗ്രി മേൽക്കോണിലാണ്, അല്ലെങ്കിൽ 40 ഡിഗ്രി എലവേഷൻ ആംഗിളിലാണ്. അപ്പോൾ നിങ്ങൾ റഫ് പിക്ചർ വരയ്ക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇവിടെ ഒരു കുട്ടി നോക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊരു റഫ് പിക്ചർ വരയ്ക്കും. ഒരു പയ്യൻ ഇവിടെ ഉണ്ട്. ആ പയ്യൻ എന്തുണ്ട്? ഇവിടെ ഒരു ബിൽഡിങ്ങും ഉണ്ട് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് കിടക്കുന്നുണ്ട്. ബിൽഡിങ് കിടക്കുന്നുണ്ട്. ആ പയ്യൻ ബിൽഡിങ്ങിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്ക് നോക്കുന്ന ഡയറക്റ്റ് സൈറ്റ് നേർ നോട്ടവും ആ പയ്യൻ മുകളിലേക്ക് നോക്കുന്ന നോട്ടവും എത്രയാ? 40 ഡിഗ്രിയിലാണ്. 40 ഡിഗ്രിയിലാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുന്നതും എത്രയാ? 40 ആണെങ്കിൽ 40, അല്ലെങ്കിൽ 50 ആണെങ്കിൽ 50. നമുക്ക് ഏതും പറയാം കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ ആ കോണുള്ളത്. ഇങ്ങനെയാണ് നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കുക. ഇത് സാധാരണ 3D ഫിഗർ മാതിരിയായി, അല്ലെങ്കിൽ 2D അല്ലെങ്കിൽ 3D ഫിഗർ പോലെ ആയി. പക്ഷേ ഇങ്ങനെ വേണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറും ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് റഫ് ഫിഗറുകൾ വരയ്ക്കാറുള്ളത്. എപ്പോഴും ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു പയ്യൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ പയ്യനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതിന് ഹൈറ്റ് ഉണ്ടായേക്കാം. അപ്പോൾ 1.5 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 1.5 മീറ്റർ എന്ന് പറയും. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യും. നേരെ ഇപ്പുറത്ത് ഒരു ബിൽഡിങ്, അതൊരു ലൈനായിട്ട് അടയാളപ്പെടുത്തും. ആ ബിൽഡിങ് എത്ര മീറ്ററാണ്? 20 മീറ്റർ ആണെന്ന് പറയും. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു 20 മീറ്റർ ആണെന്ന് പറഞ്ഞു. പയ്യൻ്റെ ഹൈറ്റ് എത്രയാണ്? 1.5 മീറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ആ പയ്യൻ നേരെ നോക്കണം. അതിൻ്റെ താഴത്തെ ഭാഗങ്ങൾ എപ്പോഴും ജോയിൻ്റ് ചെയ്യിപ്പിക്കുക. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെയ്താൽ മതി. താഴത്തെ പോട്ട് എപ്പോഴും ജോയിൻ്റ് ചെയ്യിപ്പിക്കുക. ആ പയ്യൻ നേരെ നോക്കുന്ന നോട്ടം എന്ന് പറയുന്നത് ഈ നോട്ടമായിരിക്കും അല്ലേ? ആ പയ്യൻ നേരെ നോക്കുന്ന നോട്ടം എന്ന് പറയുന്നത് ഈ നോട്ടമായിരിക്കും. ആ പയ്യൻ മുകളിലേക്ക് നോക്കുന്ന നോട്ടം എന്ന് പറയുന്നത് ഈ നോട്ടമായിരിക്കും. അപ്പോൾ ഇതിന് ഡയറക്റ്റ് സൈറ്റ് ഇതാണ്, ടോപ്പ് സൈറ്റ് ഇതാണ് അല്ലേ? ഡയറക്റ്റ് സൈറ്റ്, ടോപ്പ് സൈറ്റ്. അപ്പോൾ ആ ടോപ്പ് സൈറ്റും ഡയറക്റ്റ് സൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും, ആംഗിൾ ഉണ്ടാവും. അതാണ് 40 ഡിഗ്രി നമുക്ക് കിട്ടിയത്. ഈ രൂപത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പിക്ചർ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1.5 ഉണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആയിരിക്കുമോ? ഒരിക്കലും ആവില്ല. 20 നേരെ താഴത്തേക്ക് വരുന്നതിനാലേ 20 ആവുള്ളൂ. അപ്പോൾ ഇത്രയും എന്തായിരിക്കും? 20യിൽ നിന്നും ഈ 1.5 എന്ന് പറയുന്ന ഹൈറ്റ് മൈനസ് ചെയ്തതായിരിക്കും അല്ലേ? ഇത് ടോട്ടലാണ് നമുക്ക് 20 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് വരും? 20 മൈനസ് 1.5 എന്ന് വരും. ആ രൂപത്തിൽ ഈ ലെങ്ത്ത് കണ്ടെത്തും. ഈ ലെങ്ത്ത് എങ്ങനെ 20 മൈനസ് 1.5 എന്ന് നോക്കിയല്ലേ? കാരണം ടോട്ടലാണ് 20. അതിന് ഈ ഒരു ഹൈറ്റ്, കുട്ടിയുടെ ഹൈറ്റ് 1.5 മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ലെങ്ത്ത്. നമുക്ക് ഈ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡ് കണ്ടെത്തിക്കൂടെ? ടാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് കണ്ടെത്തിക്കൂടെ? ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ? ആ കുട്ടിയും ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ? ആ കുട്ടിയും ആ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനുകൾ, ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ജസ്റ്റ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളത് ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രീ അല്ലേ? ആ ട്രീയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ട്രീ ഉണ്ട് എന്ന് പറഞ്ഞു.
ആ ട്രീയുടെ ഷാഡോ നമ്മൾ പറഞ്ഞിട്ട് എത്രയാ? ട്രീയുടെ ഷാഡോ നമുക്ക് 18 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഡോ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്? സൺലൈറ്റ് ഉള്ളത്. സൺലൈറ്റിൻ്റെ ഷാഡോ ട്രീ ഇതാണ്, ഷാഡോ ഇങ്ങോട്ട് 18 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. 40 ഡിഗ്രി ആണ്, 18 ആണ്, ഷാഡോ ഉണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഈ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ട്രീയുടെ ലെങ്ത്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ട്രീ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ട്രീയുടെ ലെങ്ത് അല്ലേ കാണേണ്ടത്? ട്രീയുടെ ലെങ്ത് സിമ്പിളായിട്ട് കാണാം. നമുക്ക് അറിയാവുന്ന മെഷർ ഏതാ? ടാൻ ഉണ്ട് അല്ലേ? ടാൻ 40യുടെ ലെങ്ത് ജസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 0.84 ആണ്. ദെൻ ടാൻ 40 ഈക്വൽ ടു നമുക്കിതിന് ABC എന്ന് പേര് കൊടുത്താൽ, ജസ്റ്റ് ABC എന്ന് പേര് കൊടുത്താൽ നമുക്ക് കിട്ടും BC/AB ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? BC ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻസ്, ദെൻ എതിർവശം ബൈ സമീപവശമാണ്. ഇവിടെ ടാൻ 40 നമുക്ക് 0.84 എന്ന് കിട്ടിയിട്ടുണ്ട്. 0.84 എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു BC അറിയത്തില്ല, അതുപോലെ തന്നെ അങ്ങനെ എഴുതി. AB നമുക്ക് 18 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? BC എന്ന് പറയുന്നത് ട്രീ ആണ്. ആ ട്രീയുടെ ഹൈറ്റ് എങ്ങനെ വരിക? ഹൈറ്റ് ഓഫ് ദി ട്രീ അതായത് മരത്തിൻ്റെ ഉയരം BC ഈക്വൽ ടു 18 ഇൻറ്റു 0.84. 18 ഇൻറ്റു 0.84 എന്ന് കിട്ടും. 18 ഇൻറ്റു 0.84. ഇപ്പം നമ്മൾ ചെയ്തെന്താ? സൈറ്റ് എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ നോക്കുന്ന ഒരു ലെങ്ത് ഉണ്ടാവും അല്ലേ? നമ്മൾ നോക്കുന്ന ഒരു ലെങ്ത് ഉണ്ടാവും. ആ ലെങ്ത്തുകൾ മാത്രം, അല്ലെങ്കിൽ ആ സൈറ്റുകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആംഗിൾസ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ഒരു ഡിപ്രഷൻ അല്ലേ? ഡിപ്രഷൻ ആംഗിൾ ഇത്ര 40 ഡിഗ്രി, അല്ലെങ്കിൽ എലവേഷൻ ആംഗിൾ 40 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. എലവേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റും അപ്പറും തമ്മിലുള്ളതാണ്. ഇവിടെ കുട്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ വരച്ചില്ല. ഒരു മാൻ ഇല്ലാത്തതുകൊണ്ട് മാനിനെ വരച്ചില്ല. അല്ലാന്നുണ്ടെങ്കിൽ മാനിനെ വരച്ചാണ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്.